അങ്ങനെ ഒരു മാസം അടുപ്പിച്ചുള്ള വെക്കേഷനൊക്കെ തീർന്ന് നമ്മുടെ സ്കൂൾ ഇന്ന് റീഓപ്പൺ ചെയ്യുകയാണ്. എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയായിരിക്കും, ഞാൻ മോൾഡീവ്സിൽ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മോൾഡീവ്സിലെ എല്ലാ സ്കൂളുകളും ഇന്ന് റീഓപ്പൺ ചെയ്യുകയാണ്. ടീച്ചേഴ്സിനാണ് ഇന്ന് പോകേണ്ടത്. സ്റ്റുഡൻസ് 2 ദിവസം കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ചയാണ് വരേണ്ടത്. അപ്പം അതിനായിട്ട് നമുക്കിന്ന് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നോർമലി നമുക്ക് 6:45 സ്കൂളിൽ പോകേണ്ടത്. ഇന്ന് ടീച്ചേഴ്സ് മാത്രം ഉള്ളതുകൊണ്ട് ഇന്ന് നാളെയും 8 മണിക്ക് ചെന്നാൽ മതി. അതുകൊണ്ട് തന്നെ ഇത്തിരി പതിയെ ഒരുങ്ങിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച്. നോർമൽ ഡേയ്സിൽ സ്കൂളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ മക്കളുമായിട്ട് പോകുന്ന ധൃതിക്ക് എനിക്ക് ഇങ്ങനെ ഒന്നും റെഡിയാവാൻ ടൈം കിട്ടാറില്ല. രാവിലെ പെട്ടെന്ന് റെഡിയായി പിള്ളേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി പെട്ടെന്ന് ഡ്രസ്സ് ചെയ്ത് ഷോളൊക്കെ കുത്താൻ 2 മിനിറ്റ് പോലും എടുക്കില്ല. അത്രയും വേഗത്തിൽ റെഡിയായി പോവും. എന്നാലും ലാസ്റ്റ് മിനിറ്റിലേ പോയി സൈൻ ഇൻ ചെയ്യാറുള്ളൂ. ഇന്ന് ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ടാണ് പോകുന്നത്. ലൈറ്റായിട്ടാണ് എഴുതുന്നത്, കാരണം കണ്ണാടി വെക്കുന്നതുകൊണ്ട് വലുതായിട്ടൊന്നും അറിയില്ല. അപ്പോൾ ലൈറ്റായിട്ട് തീരെ കാണാൻ പറ്റാത്ത രീതിയിലൊക്കെ എഴുതാമെന്ന് വിചാരിച്ച് അങ്ങനെ കൺവെൻഷനൊന്നും കണ്ട് നോക്കണ്ട, ഇവിടെ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഈ സാധനമൊന്നും. പിന്നെ വാച്ചൊക്കെ എടുത്ത് കിട്ടി. ഈ വാച്ച് എൻ്റെ 18 വർഷം മുന്നേ ഉള്ള വാച്ചാണ്. അതായത് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും വാപ്പി ഗൾഫിൽ നിന്ന് കൊണ്ടു തന്ന വാച്ചായിരുന്നു. വർക്ക് ചെയ്യാതൊക്കെ ഇരിക്കുമായിരുന്നു. ഇത്തവണ നാട്ടിൽ പോയപ്പോൾ അതൊക്കെ ശരിയാക്കി എടുത്തിട്ട് വന്നു. അങ്ങനെ വാച്ചൊക്കെ കെട്ടി റെഡിയായി. ഇന്ന് നല്ല ടൈം എടുത്തു റെഡിയാവാനായിട്ട്. സാധാരണ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരുങ്ങിക്കഴിയുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് കൂടും എന്നുള്ളത്. പക്ഷേ എനിക്കെന്തോ അറിയില്ല, കൂടുതൽ ഞാൻ ചെക്ക് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ഒരു ലിപ് ബാം കുറച്ച്, ഇപ്പോൾ കൺമഷി അത്രയൊന്നും എഴുതിയിട്ടില്ല എങ്കിൽ പോലും ഞാൻ കൂടുതൽ ചെക്ക് ചെയ്യും. അയ്യോ ഇതറിയുമോ, കൂടുതൽ അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാനിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എന്തായാലും റെഡിയായി ഇറങ്ങാൻ സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുക്കമൊക്കെ കഴിഞ്ഞ് പതിയെ സ്കൂളിലേക്ക് പോകാൻ നമ്മൾ ഇറങ്ങി. നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന വഴിയാണിത്. അപ്പം ഇറങ്ങിയപ്പോൾ കുറച്ച് താമസിച്ചിട്ടുണ്ട്. 8:01 അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പോളിസീസിൻ്റെ അവയർനെസ്സിൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ മക്കൾ 2 പേരും ഉണർന്നിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് പാൻ കേക്കെന്നോ പാലാടയെന്നോ കുരിശിലപ്പമെന്നോ എന്ത് വേണേലും പറയാം, അതുണ്ടാക്കി ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് തിരിച്ച് സ്കൂളിൽ വന്നു. ക്ലാസ് അറ്റൻഡ് ചെയ്തു. 1:30 വരെ നമുക്ക് അതിൻ്റെ സെഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും 2 മണിയായപ്പോൾ സൈൻ ഔട്ട് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. കുറച്ച് ഉറങ്ങി. അപ്പോഴത്തേക്കും ഷാസ്ക ഫാമിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ മക്കൾ പാർക്കിൽ പോയി കളിക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞിട്ടൊക്കെ വന്നു. കുളിയൊക്കെ കഴിഞ്ഞു. മാരിബും മിഷായൊക്കെ കഴിഞ്ഞു. ഷാസ്ക കുറച്ച് ലേറ്റായിട്ടാണ് തിരിച്ച് വന്നത്. രാത്രിയായപ്പോൾ നമ്മളിത് ഹാർബറിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നിറയെ നക്ഷത്രങ്ങളുണ്ടായിരുന്നു ആകാശത്ത്. 2 ആളും ഐശുക്കുട്ടി ആസിക്കുട്ടിനും അവിടെ നടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ലോ ടൈഡ് ആയത് കാരണം കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു. അതുമൊക്കെ നോക്കിയിരുന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.